ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട അമികാലിലെ സ്തോത്രം. ഒരു നല്ല പകലിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ആമേൻ. പ്രാർത്ഥന ഏത് വിഷയത്തിനകത്തും പ്രാർത്ഥനയാൽ മറുപടിയില്ലാത്ത വിഷയങ്ങളില്ല. നേരത്തെ പറഞ്ഞതുപോലെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവനെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. അപ്പോഴ് പ്രാർത്ഥനയ്ക്കകത്തൊന്നുണ്ടാവല്ലേ മടുപ്പ് ഉണ്ടാവരുത്. വേറെ ഏത് വിഷയത്തിനകത്ത് മടുത്തു പോക്കോ, പക്ഷെ പ്രാർത്ഥനയ്ക്കകത്ത് ഒന്നുണ്ടാവല്ലേ മടുത്തു പോകരുത്. സ്തോത്രം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതും നന്മ അനുഗ്രഹം ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു മർമ്മമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നിശ്ചയമായി വിടുതലുണ്ട്. അതേപോലെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് എതിർപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ മടുപ്പിക്കുന്ന അവസ്ഥകൾ ആരുടെ ജീവിതത്തിൽ കൊണ്ടുവരും? പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരും. അതുകൊണ്ട് ആ വാക്ക് അവിടെ ഉപയോഗിച്ച് എന്തുവാ? പ്രാർത്ഥിച്ചു പോകുമ്പോഴെത്തിയല്ലേ മടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ, മടുത്തു പോകുന്ന ചില അവസ്ഥകൾ ആര് കൊണ്ടുവരും? ശത്രുവായ പിശാച് കൊണ്ടുവരും, ദൈവമക്കളുടെ കൊണ്ടുവരും. അതുകൊണ്ടാണ് പറയുന്നത് ശോധനയുണ്ട്, പ്രതികൂലമുണ്ട്. പക്ഷെ പ്രതികൂലത്തെ ശോധനയും ജയിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിനെയാണ് ദൈവജനത്തിനകത്ത് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ശോധനയും പ്രതികൂലത്തെ ആര് ജയിക്കും? ദൈവമക്കൾ ജയിക്കും. സ്തോത്രം. ഇന്ന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവജനം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ താമസിക്കുമ്പോഴെല്ലാം ഒരിക്കലും സ്തോത്രം അതിനകത്ത് തുടുകുറുക്കാനോ മടുക്കാനോ ഒന്നും നിൽക്കല്ലേ. ദൈവം, നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാം ബലഹീനതകളുണ്ട്, നമുക്കെല്ലാം കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. പക്ഷേ ഈ ബലഹീനയും വീഴ്ചയും ആട്ടം മുന്നോട്ട് പോകല്ലേ. ബലഹീനങ്ങളെയും വീഴ്ചകളെയും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് ജയിച്ചോണം. സ്തോത്രം. ചിലവർ ബലഹീനയാണെന്ന് പറഞ്ഞ ആ രീതിയിൽ അങ്ങ് പോകല്ലേ. എന്ത് ചെയ്യണം? ഏത് ബലഹീനങ്ങളെ മാറ്റുവാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. ഏത് ബലഹീനങ്ങളെ മാറ്റി സന്തോഷം തരുവാനും ഉയർച്ച തരുവാനും നന്മ തരുവാനും ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. നേരത്തെ നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് പ്രിയ പൈതൽ പറഞ്ഞതുപോലെ എന്തുവാ? സ്തോത്രവാചകം. നീതിമാൻ ആരാ? ദുഷ്ടനാരാ? നീതിമാൻ എന്ന് പറയുന്നത് ആരെയാ? ദൈവവചന പ്രകാരം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവനെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. സ്തോത്രം. നല്ല പൊരുള, ശക്തമായ ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുള, നമുക്ക് വെളിപ്പെടുന്ന പൊരുള. സ്തോത്രം. ഇന്ന് പല നീതിമാന്മാരെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം, ഉണ്ടെന്ന് പറയാം. പുറമെ നീതിമാന്മാരാ, പക്ഷെ അകമേ എന്തില്ല. അകമേ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ആടിന്റെ വേഷം കൊണ്ടിരിക്കുക, അകത്തിരിക്കുന്നത് കടിച്ചു കീറുന്ന ചെന്നായി. അതിന്റെ കാര്യം എന്തുവാ? നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനപ്രകാരം രാപ്പകൽ ദാനിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്നവരെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. ആ നീതിമാനെയാണ്, നീതിമാന്റെ പ്രാർത്ഥനയാണ് ആര് കേൾക്കുന്നത്? ദൈവം കേൾക്കുന്നത്. എങ്കിൽ പുറമെ അവൻ നീതിമാനായി നടിക്കുന്നുണ്ട്, പുറമെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ അകത്ത് കടിച്ചു കീറുന്ന ചെന്നായുടെ വേഷമായിട്ടേക്കുന്നത്. അവന്റെ പേര് നീതിമാൻ എന്നല്ല, അവന്റെ പേര് പോഷൻ എന്നാണ്. അവൻ ഒരിക്കലും ആർക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. ദൈവത്തിനുള്ളവൻ ദൈവത്തിന്റെ വചനത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ദാനിച്ച് അതിനെ അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നെ ചിന്തിപ്പിച്ചതുമായ, എന്നെ പഠിപ്പിച്ചതുമായ ഒരു വിഷയമാണ്. ഒന്ന്, സ്തോത്രം, നമ്മൾ പലരും ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടാതെയല്ല ചിലത് നമ്മൾ ചെയ്യാറ്. ഇഷ്ടപ്പെടാതല്ല, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടെന്നുള്ള രീതി ചെയ്താറുണ്ട്. കാര്യം എന്തുവാ? ദൈവത്തെ നോക്കുന്നവർ ഒരിക്കലും അത് ചെയ്യത്തില്ല. ദൈവത്തെ നോക്കി നിൽക്കുന്നവർ ഒരിക്കലും അത് ചെയ്യത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടെന്നുള്ള രീതി നമ്മൾ പലപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്. എന്തിനാ ചെയ്യുന്നത്? എന്തിനാ? നമ്മൾ മനുഷ്യനെ പലപ്പോഴും പ്രീതിപ്പെടുത്താൻ വേണ്ടി
അല്ലെങ്കിൽ ചില വ്യക്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മള് ചെയ്യാറുണ്ട്. അത് ദൈവത്തിന് പ്രീതിയാവും? ഇല്ല. നമ്മൾ ആരെ പ്രീതിപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചത്? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതാരാ? നമ്മുടെ പാപം കഴുകിക്കളഞ്ഞ ആരാ? നമ്മുടെ ശാപത്തെ മാറ്റി തന്നതാരാ? നമ്മളെ ആത്മാർത്ഥമായി സ്തോത്രമായി നമ്മളെ സ്നേഹിക്കുന്ന ആരാ? സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, ആ ദൈവത്തിന് സന്തോഷം എന്ന കാര്യം ചെയ്യുവാൻ, ആ ദൈവത്താൽ അനുഗ്രഹപ്പെടുവാനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. നമ്മൾ ഒരിക്കലും ആരെ പ്രീതിപ്പെടുത്താൻ വന്നവരല്ല, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വന്നതാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല മനുഷ്യരെ പ്രീതിപ്പെടുത്തേണ്ട ചില അവസ്ഥകൾക്കെല്ലാം നമ്മൾ പലപ്പോഴും നിന്ന് കൊടുക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, സ്തോത്രം, ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിലതെല്ലാം നീ നിന്ന് കൊടുക്കാറുണ്ട്, ചിലതെല്ലാം വിട്ടുവീഴ്ചകളുണ്ട്, എല്ലാം ഓക്കെ, എല്ലാം സമ്മതിക്കാം. പക്ഷെ അതിനെല്ലാം ഉപരി നീ എപ്പോഴും ആരെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണ്. ഇതെല്ലാം ജീവിതത്തിൽ വരും. ചില കാര്യത്തിനകത്തെല്ലാം നമ്മള് കണ്ണടക്കേണ്ട ചില വിഷയങ്ങൾ വരും. പക്ഷെ യഥാർത്ഥ ന്യായപ്രമാണം ജീവിക്കുന്ന ഒരുവൻ അത് ചെയ്യത്തില്ലെങ്കിൽ പോലും ഞാൻ പറയാം, ചില ബലഹീനങ്ങളും ചില കുറവുകളെല്ലാം ആരും ക്ഷമിക്കും, കർത്താവ് ക്ഷമിക്കും. പക്ഷേ ദൈവം ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായി ഇതിലേക്കല്ല പോകേണ്ടത്, ഈ ബലഹീനയിലേക്കല്ല പോകേണ്ടത്. നീ എപ്പോഴും ആരെ നോക്കിയാ പോകേണ്ടത്? ക്രിസ്തുവിനെ നോക്കിയാ പോകേണ്ടത്. കർത്താവ് എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്, ഇതങ്ങുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനത്തെ ജീവിതമല്ല ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിതം. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ച് ഇന്നത്തെ പുതിയ നിയമസഭ എന്ന് പറയുന്ന പെന്തിക്കോസ് എന്ന പേരിട്ട് പെന്തിക്കോസ് സഭ എന്ന് പറയുന്നത് മൊത്തം ആർക്ക് വേണ്ടി പ്രസാദമുള്ള ചെയ്യാൻ ഇറങ്ങി തിരിച്ച്? യേശുവിനെ പ്രസാദമുള്ള ചെയ്യാൻ ഇറങ്ങി തിരിച്ച്. അപ്പൊ യേശുവിന് പ്രസാദമുള്ളത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ട് മനുഷ്യരെ സൂപ്പിക്കാനും ലോകത്തെ സൂപ്പിക്കാനും പോയാൽ നമ്മൾ ദൈവം കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി. പക്ഷെ ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചാൽ എത്ര കഷ്ടമായാലും പ്രതികൂലമായാലും ഒരിക്കൽ ദൈവം ഈ കഷ്ടവും പ്രതികൂലമെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഉയർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ താന്നു പോകില്ല, ദൈവം നമ്മളെ മാനിക്കും. സ്തോത്രം. ഉദാഹരണമായിട്ട് പറയാം, ആഗ്രഹം നല്ല, അത്യാഗ്രഹം ദോഷമാണ്. ആഗ്രഹം നല്ലതാണ്. ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല, എല്ലാത്തിലും ആഗ്രഹമുള്ള മനുഷ്യരാണ്. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, നീ അന്നെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നീ അന്നെന്നുള്ളതിനെ കുറിച്ച് ദൈവം തരുന്നതിനെ കുറിച്ച് തൃപ്തിപ്പെട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. നാളത്തെ കുറിച്ച് എന്ത് ചെയ്യണ്ട? കരുതി വെക്കണം. നമ്മളല്ല അങ്ങനാണ്. നമ്മൾ നാളത്തെ കുറിച്ച് എല്ലാം കരുതി വെക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോ നാളത്തെ കുറിച്ച് ദൈവം തരാൻ പോകുന്ന കാര്യമാ സഭാഹോൾ തരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ സഭാഹോൾ തന്നു, ദൈവത്തിന് നന്ദി, അടുത്ത ആഴ്ച തന്നാ മതി. അതല്ല, നമുക്ക് സ്വന്തമായിട്ട് വേണം. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? നാളത്തെ കുറിച്ച് കരുതുക. ഈ ബദൽ വസിഫ് സെന്റർ എന്ന് പറയുന്ന ഒരു സഭ, നമുക്ക് സഭാഹോള് നമുക്കായി സ്ഥിരമായിട്ടൊരു സഭാഹോള് വേണം, ഇല്ലയോ? നമുക്ക് നാളത്തേക്ക് നമ്മൾ കരുതി വെക്കുക. യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇന്നത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്ന് തന്ന ആരാധന ഹോളിനായി സ്തോത്രം, ദൈവം തന്ന ഹോളിനായി സ്തോത്രം. അടുത്ത ആഴ്ച കർത്താവ് ആയുസ്സും ആരോഗ്യ ബലം കൊണ്ടോ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ആരാധിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് സ്വന്തമായി സ്നാനക്കുളം വേണം, സ്വന്തമായി ചർച്ചുകോട് വേണം. ഇതെല്ലാം നമ്മള് നാളത്തേക്കാ കരുതുക. ദൈവത്തിന്റെ സന്നിധി ആരാധിക്കാൻ എല്ലാം ശരിയാ, പക്ഷെ നമ്മൾ ചില സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്തോത്രം ഓരോ ആഴ്ച ഓടാമെന്ന് വയ്യ, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വേണം. ആ ആഗ്രഹം എന്ന് പറഞ്ഞ് അത്യാഗ്രഹമായി 8 കോടിയുടെ വേണമെന്നല്ല പറയുന്നത്, അത് അത്യാഗ്രഹം. വ്യത്യാസവും ആഗ്രഹം എനിക്ക് പറയാം, ഓപ്പണായിട്ട് പറയാം, ദൈവമക്കളോട് പറയാം, ദൈവമക്കളെ നമുക്കെല്ലാം ആരാധിക്കാൻ ഒരു ഹോള് വേണം. അത് മനോഹരമായ ഹോളായിരിക്കണം. സ്വന്തം ഇനിയുമുള്ള കാലത്തിനകത്ത് ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ വർഷങ്ങൾ മുമ്പേ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയമാണ്, സൗണ്ട് പ്രൂഫായ ഒരു ഹോളായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം മറ്റോ ആർക്കും എന്ത് ചെയ്യണ്ട, ഡിസ്റ്റർബ് ആവില്ല. എന്റെ ശബ്ദം ദൈവം കേട്ടാൽ മതി. എന്റെ ഹോളിനകത്ത് നടക്കുന്നതെല്ലാം ആര് കേട്ടാൽ മതി. അത് നാട്ടുകാരെ കേൾപ്പിക്കാൻ, ദേശക്കാരെ കേൾപ്പിക്കാനോ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യണം? സൗണ്ട് പ്രൂഫായ ഒരു ഹോൾ തരണം. അത് അഡ്വാൻസ് ആയിട്ട് പറയാം. ചെറുതായാലും വലുതായാലും കർത്താവ് തരുന്നത് സൗണ്ട് പ്രൂഫായിട്ട് തരണം. പിന്നെ എല്ലാം വാഹനവും കൊണ്ടിടാൻ പറ്റണം. സ്തോത്രമാലല്ലേ, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഇതെല്ലാം ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പേ പറഞ്ഞത്, ചായക്കട വേണോ,
ക്യാൻറ്റീൻ വേണമെന്നല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളെ ഇഷ്ടം. എനിക്ക് അതിനകത്ത് പ്രാർത്ഥനയൊന്നുമില്ല. എനിക്കുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ, സൗണ്ട് പ്രൂഫ് ആയിരിക്കണം, ദൈവമക്കൾക്കെല്ലാം കയറി വരണം, സ്നാനക്കുളം ഉണ്ടാകും. നമ്മൾ സ്നാനക്കുളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം സ്നാനപ്പെടുത്തിയെല്ലാം പൈസ കൊടുക്കണ്ട. പക്ഷെ നമുക്ക് സ്നാനം കിട്ടുകയും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ആർക്ക് വന്നെങ്കിൽ സ്നാനപ്പെടും. അതിനകത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പരാതിയേ ഇല്ല. നമ്മൾ കൊടുക്കും. ഹോള് മാത്രം കൊടുക്കില്ല, ഹോള് നമുക്കുള്ളതാണ്. ദൈവം പ്രാർത്ഥിച്ച് നമുക്ക് എന്ന ഹോള് ആ വൃത്തി കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, ആ രീതി കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോഴ് അത്യാഗ്രഹമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ സ്തോത്രം, എനിക്ക് നമുക്ക് നാളെ 1000 പേര് വരുന്ന അല്ലെങ്കിൽ 1500 പേര് വരുന്ന സ്തോത്രം അല്ലെങ്കിൽ സഭയാവുന്നെങ്കിൽ അതിനനുസരിച്ച് ഹോള് ദൈവം തരട്ടെ. അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു എമൗണ്ട് ഇടാൻ പറ്റത്തില്ല. സ്തോത്രം. എനിക്കൊരു വീട് വേണം, 70 ലക്ഷം രൂപയുടെ വീട് കിട്ടണം, അതിന് അത്യാഗ്രഹം. ഒരു വീട് വേണം, ഒരു വീട് വേണം. സ്തോത്രം. അത്യാവശ്യം. അതിനപ്പുറത്ത് ചിന്തിക്കുന്നതിന്റെ പേരെന്തുവാ? അത്യാഗ്രഹം. അതിന്റെ കൂടെ ആര് കാണത്തില്ല? ദൈവം കാണത്തില്ല. ദൈവം എപ്പോഴും ദൈവമക്കളോടൊപ്പം നിൽക്കുമ്പോൾ ദൈവം പഠിപ്പിച്ചിരിക്കുന്ന പ്രമാണം, ദൈവത്തിന്റെ പ്രമാണം പറഞ്ഞേക്കുന്നത് അന്നുള്ളതിനെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് എന്നെ പോറ്റിയതിനെ ഓർത്ത് സ്തുതിക്കും. ഇന്ന് എനിക്ക് എന്നെ പോറ്റിയതിനെ ഓർത്ത് സ്തുതിക്കും, എന്റെ മഹത്വത്തെ ഓർത്ത് സ്തുതിക്കുക. ഇന്ന് നമ്മള് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്തുവാ? വലിയ കാര്യങ്ങൾ പഠിക്കുക. അവരുടെ ഫീച്ചർ യഥാർത്ഥമായിട്ട് വചനം പറഞ്ഞ ഫീച്ചർ നോക്കാൻ പാടില്ല. പറ്റുമോ? അത് ആഗ്രഹമാണ്. അതിനകത്ത് കർത്താവ് പറയത്തില്ല. പക്ഷെ അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ആരും കൂട്ടേക്കത്തില്ല, ദൈവം കൂട്ടേക്കും. അത്യാഗ്രഹം എന്ന് പറയുന്നത് ദുഷ്ടന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തയാണ്. അത്യാഗ്രഹം ദുഷ്ടന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തയാണ് അത്യാഗ്രഹം. നമുക്ക് വാഹനം വേണം, ഭവനം വേണം, ജോലി വേണം, വരുമാനം വേണം, ഇതെല്ലാം ഓക്കെയാണ്. ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത്യാഗ്രഹപ്പെടാൻ. അത്യാഗ്രഹം നമ്മളെ ഉള്ളത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? പാപം ചെയ്യും. പകരം ഞാൻ വ്യക്തമായിട്ട് പറയുക, അത്യാഗ്രഹം നമ്മുടെ ഉള്ളത്തിനകത്ത് കയറി കഴിഞ്ഞെന്ന് കണക്ക് കൂട്ടുമ്പോഴേ നീ മനസ്സിലാക്കി പോണം. പിന്നെ മൊത്തം പിടിച്ചടക്കാനുള്ള ചിന്തയാണ്. ലോകത്തിന്റെ അധികാരങ്ങള്, ലോകത്തിന്റെ സമ്പത്ത്, ലോകത്തിൽ എങ്ങനെ വരുമാനം കൊണ്ടുവരാൻ, ഇതെല്ലാം ചിന്ത ചെറുപടി ഓർത്തോളം. എന്തുവാ ഇതിന്റെ പേരെന്തുവാ? അത്യാഗ്രഹമാണ്. നിനക്ക് നേരത്തെ 4 ജോഡി ഡ്രസ് ഉള്ളപ്പോ നീ സ്തോത്രം പറയുമായിരുന്നു. 8 ജോഡി കിട്ടിയപ്പോഴും പിന്നെ കാണുമ്പോൾ മൊത്തം വേണമെന്ന് പറയുമ്പോഴേ അതിന്റെ അർത്ഥം എന്തുവാ? കയറുമ്പോഴേ ഓർത്തോണം എന്തുവാ? അത്യാഗ്രഹമാണ്. അത് ഇത് നശിക്കട്ടെ ഞാൻ അടുത്ത മേടിച്ചോളാം. എന്റെ പൈസ എല്ലാം കാണും, അത് അവിടെ ഇരിക്കട്ടെ, അതിനുള്ളതല്ല. ഇത് നശിച്ചു പോയിട്ട് ഞാൻ അടുത്ത മേടിക്കാം. സ്തോത്രം. ഇങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എന്ത് വേണം? സ്തോത്രം. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു മൊബൈൽ മേടിക്കാൻ ഒരു ഷോപ്പിൽ പോയി. എന്നെ വിളിച്ചുകൊണ്ട് പോയത് 2 ദിവസം മുമ്പ് കിടന്ന് വിളിക്കുക, എൻ്റെ കൂടെ വരണേ, നല്ല ഓർമ്മ എടുത്ത് തരണമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ പോയത്. ഞാനവിടെ ഇന്നപ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഫാമിലി കടന്നു. ആ വൈഫ് വില കൂടിയ മൊബൈൽ എടുക്കും. അതാഗ്രഹമാണ്, എടുക്കുക. ഞാൻ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് നേരം കൂടി ശ്രദ്ധിച്ചു. കാര്യം 2 കൊച്ചു പിള്ളേരെല്ലാം ഉണ്ട്. പിള്ളേരെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവരെ കുറച്ച് നേരം ശ്രദ്ധിച്ചു. മുലക്ക് വില കൂടിയ മൊബൈൽ എടുക്കും. അയാൾക്ക് അടവാകുന്നു പോകുന്നു. ഈ അടവ പറ്റുമോ? നല്ല ആരെയും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറ്റുമോ? മൊബൈൽ എടുത്തിട്ട് ബില്ല് ചെയ്തു, അടവെല്ലാം ഓക്കെ ആയി. എന്തോ അടവായാലും അടയ്ക്കാൻ തയ്യാറാ. അവരെ എടുത്തു. ഞാൻ ആ പാവപ്പെട്ടവനെ നോക്കിയപ്പോൾ ഒരു കീറിയ സിൽവർ ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ കർത്താവ് 100 കൊടുത്ത ചെരുപ്പ്. ഈ പാവപ്പെട്ട ചെരുപ്പ് പോലും മേടിക്കാതെ ആർക്ക് വേണ്ടി ഇരിക്കുക? ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടിയോ? ഞാൻ ഒരു ഭാര്യയുടെ മക്കളെ ചെരുപ്പ് നോക്കുമ്പോൾ അടിപൊളി ചെരുപ്പ്, അടിപൊളി വസ്ത്രമല്ല. ഈ പാവപ്പെട്ട ഉണ്ടായിരുന്ന പാനിഷട്ടിൽ നിന്ന് ഞാൻ വിഷമം തോന്നും. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ആ ചെരുപ്പ് എനിക്ക് തന്നെ വിഷമം തോന്നും കണ്ടിട്ട്. എനിക്ക് എപ്പോഴേ മനസ്സിലായി, ഫാമിലിയുടെ അത്യാഗ്രഹത്തിന് വേണ്ടി പുള്ളി എല്ലാം ഒതുക്കി വെച്ചേക്കും. അങ്ങനെ എത്രയോ ഫാമിലി ഉണ്ട്. യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിന് ഭാര്യയാണെങ്കിൽ എന്തുവാ ഫസ്റ്റ് ചെയ്യണ്ടേ? അച്ഛൻ ഒരു നല്ല ചെരുപ്പ് വേണ്ടി ചെരുപ്പ് ഇട്ടിട്ട് നമുക്ക് മൊബൈൽ വരും. മൊബൈലിനെ പറ്റിയൊന്നും ഞാൻ പോകുന്നില്ല. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും.
പാവപ്പെട്ടവന് അതൊന്നുമല്ല വിഷയം. പാവപ്പെട്ടവന് ഇവരെ സന്തോഷിപ്പിക്കുക. അവരുടെ യോഗ്യതയ്ക്ക് അപ്പുറമായി പുള്ളിക്കാരൻ ആരെ സന്തോഷിപ്പിക്കുക? പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടാലും അവർ സന്തോഷിക്കും. അതാണ് പുള്ളിക്കാരന്റെ തീരുമാനം. അത് കാണുമ്പോൾ അറിയാം, ഒരു മനുഷ്യനെ പരിചയപ്പെടേണ്ട, കാണുമ്പോൾ അറിയാം, അതാ തീരുമാനം. സ്തോത്രം. ഞാൻ അങ്ങനെയുള്ള സിൽപ്പറല്ല, ഒരു അങ്ങനെയുള്ള സിൽപ്പറല്ല ഇടുന്നത്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഒരു 40 വർഷത്തിന് മുമ്പല്ല ഞാൻ കണ്ടിട്ടു. സ്കൂളിൽ എല്ലാം പഠിക്കുമ്പോഴേക്കും സിൽപ്പർ ഇട്ടുകൊണ്ട് പിള്ളേർ വരുന്നത് നമ്മൾ കണ്ടിട്ടു. സ്തോത്രം. ഇങ്ങനെ സിൽപ്പർ ഇട്ടോണ്ട് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. കാര്യം എന്താണ്, അങ്ങനത്തെ റബ്ബർ ചെരുപ്പ്, പഴയ റബ്ബർ ചെരുപ്പായിട്ടായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിന്റെ ചില സുഖങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ മാറ്റിവെച്ചായിരിക്കും അദ്ദേഹം കുടുംബത്തെ നോക്കുന്നത്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ നല്ല മനുഷ്യനാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതിന്റെ ഒരു ഭാഗത്ത് ഞാൻ പറയാം, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഇങ്ങനെ. കർത്താവ് പലപ്പോഴും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പലതും ആരെയും ഒന്നും കാണുന്നില്ല, നമ്മളിൽ നിന്ന് കാണുന്നില്ല. നമ്മുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം മുക്കി വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നതല്ല ആര് തന്നുകൊണ്ടിരിക്കുക? ദൈവം തന്നുകൊണ്ടിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതും പരസ്യമായിട്ട് ദൈവത്തെ ഉയർത്തുന്നവരെയാണ്. ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഒരു വചനത്തിനകത്ത് ഒരു ഭാഗം ശക്തമായിട്ട് പറയുന്നുണ്ട്. എന്തു പറയുന്നു? ഞാൻ വരുമ്പോൾ എന്റെ നാമം പറയാൻ ലജ്ജ കൂടാതെ പറയുന്നവനെ ഞാൻ ലജ്ജ കൂടാതെ സ്വീകരിക്കും. എന്റെ നാമം ലജ്ജയോട് നീ പറയുന്നെങ്കിൽ നീ വരുമ്പോ, ഞാൻ വരുമ്പോ നിന്നെ നോക്കി ഞാൻ ലജ്ജിക്കും. ബാക്കി നോക്കണം. ലജ്ജ കൂടാതെ എവിടെയും കർത്താവിനെ ഉയർത്തി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമായി തന്നെ കർത്താവ് വരുമ്പോ എന്ത് ചെയ്യും? സ്തോത്രം. ലജ്ജ കൂടാതെ തന്നെ ആ ദേശത്ത്, ആ പട്ടണത്തിനകത്ത് അവനെ ദൈവം തെരഞ്ഞെടുക്കും. അവനെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. പക്ഷേ കർത്താവ് വരുമ്പോഴ് ലജ്ജ കൂടി കർത്താവ് അറിയാതെ രഹസ്യമായിട്ട് കർത്താവിനെ പ്രാർത്ഥിച്ച് രഹസ്യമായിട്ട് അമികാലിലെ കർത്താവ് നമ്മോട്ട് ഇതെല്ലാം ദൈവം തന്നെ പറയാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടുള്ളവനെ കർത്താവ് വരുമ്പോഴേ ചേർക്കത്തില്ല. കർത്താവ് പറയും, നിന്റെ പേര് ചേർക്കുന്നത് അല്ലെങ്കിൽ നിന്നെ ഞാൻ കൂട്ട ചേർക്കുന്നത് എനിക്ക് ലജ്ജയായി. അവന് നിന്നെ അത്യാഗ്രഹം. ഇന്ന് പകല് ദൈവം എനിക്ക് തന്നൊരു ദൈവത്തിന്റെ ദൂത പറഞ്ഞത്, അത്യാഗ്രഹം ഒരു വിഷയമാണ്. അത്യാഗ്രഹം കൊണ്ടുവരും. ആഗ്രഹം വിഷയമല്ല, ആഗ്രഹം മാനിക്കുന്നവരാണ്. പക്ഷെ ആഗ്രഹത്തിന്റെ മേൽ അത്യാഗ്രഹം കൊണ്ടുവരുമ്പോഴാ വിഷയമാണ്. അത്യാഗ്രഹം കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, അത്യാഗ്രഹം കൊണ്ടുവരുന്ന ആരാ? പിശാച. ഓർത്തോണം, അത്യാഗ്രഹത്തിന്റെ പിതാവ് പിശാച്. സ്തോത്രം. ആഗ്രഹത്തിന്റെ പിതാവ് കർത്താവെങ്കിൽ കർത്താവ് പറയുക, നീ ആഗ്രഹിക്കുന്ന മുമ്പേ നിന്റെ ആഗ്രഹത്തെ എനിക്ക് അറിയാം. നീ ആഗ്രഹിക്കുന്ന മുമ്പേ നീ സ്തോത്രം പറഞ്ഞാൽ മതി. ആ ആഗ്രഹത്തെ പാലിച്ചു തരുവാൻ ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിന്റെ വചനം പറയും. സ്തോത്രം. ഞാൻ അതിന്റെ അകത്ത് ഏറ്റവും വലിയ ഭാഗമാണ് ദൈവത്തിന്റെ വചനം എടുക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ ഫസ്റ്റ് വാക്യത്തിനകത്ത് അത്യാഗ്രഹത്തിന്റെ ശിക്ഷ കാണുന്നു. എന്തുവാ? ദൈവത്തിന്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദാമിനും ഹവ്വയ്ക്കും എന്ത് വന്നു? അത്യാഗ്രഹം വന്നു. സ്തോത്രം. ഇന്നത്തെ ഭരണകൂടത്തിനകത്ത്, നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, സ്തോത്രം, കുറ്റം ചെയ്യുന്നവന്റെ പറ്റി കൂടുതൽ കുറ്റം പ്രേരിപ്പിക്കുന്നവനാണ് മുഖ്യ ശിക്ഷ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തവനാണ് കുറ്റം ചെയ്തത്. കൊലപാതകത്തിന് അയച്ചവനാ ഫസ്റ്റ് എങ്കിൽ കൊല ചെയ്തവന് രണ്ടാമത്തെ പ്രതിയാവുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം അനുസരിച്ച് പഠിക്കുമ്പോൾ കുറ്റം ചെയ്തവൻ പാപിയല്ല. കുറ്റം ചെയ്തവൻ എന്തുവാ? പാപി തന്നെ. കുറ്റം ചെയ്തവൻ എന്തുവാ? പാപി തന്നെ. അവനാ ഫസ്റ്റ്. കൊണ്ടുവന്ന രണ്ടാമതേ ഉള്ളൂ. കാര്യം കൊണ്ടുവന്ന് ഒരുത്തം പറയുമ്പോഴേ നീ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന് വേണ്ടി ജീവിക്കാനാണ് നിന്നെ ദൈവം വിളിച്ചത്. നിനക്ക് നിന്റെയായിട്ട് ബുദ്ധി ജ്ഞാനം നമ്മൾ എന്തിനു വേണ്ടിയാ? എന്നിട്ട് പറയുക, നമ്മൾ തന്നെ പറയത്തില്ല, ഓ ഞാനല്ല അവന്റെ കൂടെ പോയി അവൻ ചെയ്തതുകൊണ്ട് ഞാനങ്ങ് നിന്ന് കൊടുത്തത്. ഇല്ലയോ? എന്റെ കുടുംബത്തിനകത്ത് എന്റെ അപ്പന്റെ ഒരു പെങ്ങള് മോനും ഞങ്ങളെല്ലാം സെയിം പ്രായം. അപ്പോഴ് അങ്ങനെ ഉള്ള
സ്തോത്രം. രണ്ട് പെങ്ങന്മാരുടെ മക്കൾ ഞങ്ങളെല്ലാം എന്തുവാ? സെയിം പ്രായം. അവന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്തോത്രം ലോകപരമായി ഞാൻ ജീവിച്ച സമയത്ത് ആത്മീയ ജീവിതത്തിലല്ല, ലോകപരമായി ജീവിച്ച സമയത്ത് എവിടെങ്കിലും പോയി ലോകപരമായി കൂടി മദ്യപിച്ചോ ഞങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് ആവപ്പെട്ടു പോയെങ്കിൽ നീ വീട്ടിൽ നമ്മളെ വിളിച്ചോളൂ. ഇന്ന് നമ്മളെ വീട്ടിൽ കിടക്കണം, അങ്ങനെ മക്കളാ ഇല്ല, ഞാൻ വരത്തില്ല, ഈ ലെവലിൽ വന്ന് ശരിയാണ്, നീ പാടാ സ്തോത്രം. എന്നിട്ട് വേണ്ടി നമ്മളെ വീട്ടിൽ അവൻ തന്നെ വിളിച്ചു പറയും, സ്തോത്രം ഇന്ന് വരത്തില്ല, അവ ഇന്ന് നമ്മളെ കൂടെ കിടക്കണം ആവശ്യമില്ല. സ്തോത്രം. ഇത് കൊണ്ടുപോകുന്നത് നമ്മളോട് സ്നേഹത്തിനല്ല. കാര്യം എന്തുവരുന്ന നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ അപ്പന്റെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കും, അമ്മയുടെ ഫ്രിഡ്ജിൽ. ഞാൻ തെറ്റിയില്ല, ഇവനാ എല്ലാം തെറ്റി ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇവൻ നമ്മളെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ഇട്ടിട്ട് ഇവൻ ബാക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തില്ല, ഇവന്മാര് ചെയ്തില്ല, എടുത്തോണ്ട് വന്നത് വഴി കിടന്ന് ആണം കിടന്നാന്ന് നമ്മുടെ കുടുംബത്തിന് 7 വർഷമായിട്ട് ഞാൻ എടുത്തോണ്ട് വന്നു. അവര് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ എടുത്തോണ്ട് വന്നു. ഇത് എന്റെ വേറൊരു പപ്പയുടെ വെള്ളം പോലും എനിക്കും ഇത് അറിയത്തില്ല. എന്റെ ചിന്ത, ഞങ്ങൾ രണ്ടുപേരും ചിന്ത എന്റെ ആത്മാർത്ഥതയാണ്. ഞാൻ ദിവസത്തിൽ വന്നപ്പോഴേ പൂരോ കള്ളനാന്ന് മനസ്സിലായി. അതുവരെ എനിക്ക് അറിയത്തില്ല ഇവന്റെ ആത്മാർത്ഥതയോടെ എന്നെ കൊണ്ടുവന്നതെന്നാ ചിന്ത. എന്നിട്ട് ഇവൻ അവിടെ നല്ല പിള്ളയാണ്. പിറ്റേന്ന് രാവിലെ സുബോധം വന്നിട്ട് ഇവരുടെ പെണ്ണി നോക്കുമ്പോൾ ഇവരുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് ചൊല്ലി വരുന്നില്ല. അവൻ നല്ലവരുമായി നമ്മൾ ഇത് മൊത്തവും ചെയ്യിപ്പിച്ചതാണ്. നമ്മളോടതിനെ കുറിച്ച് കഴിയുമ്പോൾ ഒറ്റ ഒരുത്തനാണ് നമുക്ക് ഈ വേദി വന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പറഞ്ഞപ്പോ തെറ്റ് ചെയ്താരാ? നമ്മൾ പറയാറുണ്ട്, നമ്മളെ അയ്യോ അവന്റെ കൂട്ടുകെട്ടൊന്നുമല്ല, അവനവന്റെ സ്വഭാവത്തിനനുസരിച്ച് കൂട്ടാൻ പോയ ഇല്ലയോ? എന്താ അവന് ബുദ്ധിജ്ഞാനം ദൈവം കൊടുത്തിട്ടില്ലേ? ബുദ്ധിജ്ഞാനം കൊടുത്തില്ലേ? അതേപോലെ ഇവന്റെ ഒരു ഉപായമാ സ്തോത്രം. ഇവന്റെ വീട്ടുകാർ പറയുക, അവൻ എന്തായാലും രക്ഷപ്പെട്ടു, അവൻ നല്ല പയ്യനാണ്. ഇത് കേൾക്കുമ്പോഴ് ഇവന്റെ ഉള്ളത്തിനകത്ത് സ്തോത്രമാലല്ലേ ക്രിമിയടി തുടങ്ങും. ഇവന്റെ അകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും? വിശാലമാകാൻ തുടങ്ങും. എന്നിട്ട് ഇവരുടെ അവന്റെ വീട്ടുകാർ അവന്റെ അപ്പനും അമ്മയെ പറയുക, അവനെ കണ്ട് പഠിക്കടാ, നമ്മളെ കുടുംബത്തിൽ തന്നെ ഇല്ലയോ, നിന്റെ പ്രായമല്ലയോ, അവനെ കണ്ട് പഠി എന്ന് പറഞ്ഞാൽ അവൻ തന്നെ പോയി. പിന്നെ ഇവന്റെ പ്ലാൻ എന്തോന്നറിയാം? നമ്മളെ എങ്ങനെ അവരെ വേണ്ടി കൊള്ളാത്തവനാക്കാം, അതിനുവേണ്ടി ഇവൻ എന്തൊക്കെ തന്ത്രം ചെയ്യാൻ പറ്റും അതെല്ലാം അവൻ ചെയ്യും. ഇന്നും അവന്റെ സ്വഭാവം. ഇതെല്ലാം തിരിച്ചറിയുന്നത് ദൈവത്തെ രുചിച്ചറിയപ്പെടാതെ, ദൈവം എന്തെന്ന് കർത്താവ് എന്തെന്നെല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായേ ഇതെല്ലാം ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ. അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോയി ചെയ്യുമായിരുന്നു. പക്ഷെ ദൈവത്തെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ വന്നാവെന്ന് നോക്കിയിട്ടുണ്ട്, തന്നെ എവിടെല്ലാം പിടിച്ചോണ്ട് പോകാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവളൊന്നും ഇവനോട് പോകാൻ നമുക്ക് തോന്നുന്നില്ല. ദൈവം പറയും, ഇവനോട് പോയാൽ ശരിയാകത്തില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, നീ തിരിച്ചു കയറിക്കോ. എന്നിട്ട് പറയടാ, നമ്മളൊരു രക്തമാണ്, നമ്മുടെ ബന്ധമാണ്, നമ്മുടെ സ്വന്തമാണ്, ഇങ്ങനെയല്ല പറയും. സ്വന്തം നമ്മൾ അന്യരല്ലടാ, നമ്മൾ ഒരു കുടുംബമാണ്. സ്വന്തം നമ്മൾ ആയിക്കോട്ടെ സ്വന്തം കാര്യം നമുക്ക് അടുക്കുവാൻ തോന്നുന്നില്ല. അവന്റെ കൂടെ പോയി അവന്റെ മാതാപിതാക്കൾ വരെ പറഞ്ഞിട്ടുണ്ട്, ഇവനോട് നീ പോകല്ലോ, നീ സ്വന്തം പോകല്ലോ, നീ ഇപ്പൊ ദൈവത്തെ അറിഞ്ഞു, ഇനി ദൈവത്തെ അറിഞ്ഞ് നീ പോകും, ഇവനോടെ പോകുന്നത്. കാര്യം എന്തുവാ? അവർക്കറിയാം ഇവന്റെ തന്ത്രം എന്തുവാ, പ്ലാൻ എന്തുവാ. ഇതേപോലായിരുന്നു ഞാൻ ഓർക്കുക, ആദാമിന് ഔവയ്ക്കും ലാവിഷായിട്ട് അധികം കൊടുത്ത്, ഇത്രയും അധികാരം കൊടുത്ത് മനുഷ്യർ വേറെ ആരുമില്ല, ഇത്രയും ഭാഗ്യം ലഭിച്ച മനുഷ്യർ വേറെ ആരുമില്ല. വചനം പഠിച്ചു നോക്ക്. ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ അങ്ങോട്ട് 3-4 അധ്യായം വായിച്ചു നോക്ക്. അവർക്ക് ദൈവം അവരെ ഏൽപ്പിച്ച അധികാരങ്ങൾ. ദൈവം ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കൂ, മനുഷ്യനെ കരുതൂ. അതുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രനെ വിട്ടത്. കാൽവരി ക്രൂശിനകത്ത് കർത്താവ് മരിക്കുമ്പോ കർത്താവ് പിതാവേ എന്ന് വിളിച്ചിട്ട് പിതാവിനെ നോക്കുമ്പോ യഹോവയെ ദൈവം തലമാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം എന്തുവാ? പുത്രന്റെ അടി ആരെ സ്നേഹിക്കുന്നുണ്ട്? മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ആദാമും ഹവ്വയെ സൃഷ്ടിച്ചത് കർത്താവ് അത്രമാത്രം ദൈവം സ്നേഹിച്ചത്, അത്രമാത്രം ആരെ സ്നേഹിക്കുന്നുണ്ട്? മനുഷ്യനെ സ്നേഹിക്കുന്നു. പുത്രന്റെ രക്തം അമികാലെ കഴുകിയാലേ ഇവൻ ചെയ്ത പാപം പോത്തുള്ളൂ, ശാപം പോത്തുള്ളൂ, ഇവനെ വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ, ആരുമായിട്ട് അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ, ദൈവമായിട്ട് അടുപ്പിക്കാൻ പറ്റുന്നു, നമ്മളെ ദൈവമായിട്ട് അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി
സ്വന്തം പുത്രൻ കാൽവരി ക്രൂശിൽ അധികാരമുള്ളവൻ എല്ലാ അധികാരങ്ങളും വിട്ട് നമുക്ക് വേണ്ടി പിടയുമ്പോൾ, ശരീരത്തെ നമുക്ക് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ, ശരീരത്തെ തകർക്കുമ്പോൾ, രക്തമൊഴുക്കുമ്പോൾ പിതാവോട് മാറിയിരിക്കുക. കാര്യം എന്തുവാ? ഇത് ചെയ്താലേ പുത്രന്റെ നാമത്തിൽ ഇവനെ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ആദാമും ഹൗവയെ അത്രയും സ്നേഹിച്ച ആദാമും ഹൗവയ്ക്കും തൃപ്തിപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവം ആവശ്യമായിട്ട് പോറ്റുന്നു. പിശാച് എന്ന് പറയുക ഈ വശത്തിന്റെ ഫലം കഴിക്കല്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അത് കഴിക്കുന്നതുകൊണ്ട് ഒന്നുമില്ല, ദൈവത്തെ പോലെ നിങ്ങളാണ്. അപ്പോഴവര് പറയണ്ടേ, അവർ ആഗ്രഹത്തിൽ, അവർ ആഗ്രഹമാണെങ്കിൽ അവരെപ്പോഴും പറയണം, വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതി, ഞങ്ങളിപ്പോ ദൈവത്തോടൊപ്പം നിൽക്കുന്നത്, ദൈവം ഞങ്ങളെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ദൈവം ഞങ്ങളെ കൈപിടിച്ചിട്ടുണ്ട്. ഉടനെ ഹൗവയുടെ ഉള്ളത്തിനകത്ത് അത്യാഗ്രഹം കയറി ദൈവത്തെ പോലാവുമെങ്കിൽ അമ്മയാതെ സ്വന്തം ഇനി വൈകിട്ട് ദൈവം വരുമ്പോ അതിലും വലിയവരാവാൻ പറ്റും. അപ്പൊ ചിന്തിക്കണ്ടേ, ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് താഴെ നമ്മൾ ഒരിക്കലും ദൈവത്തിന് ഒപ്പമല്ല. ചിന്തിക്കട്ടെ, ബുദ്ധിയില്ലയോ, ജ്ഞാനമില്ലയോ, അറിവില്ലയോ, അവിടെ പോയി. സ്തോത്രം. ഉടനെ സ്തോത്രം, ആദാമിനെയും കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. ആദാമിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. ആദാമിനെ ദൈവം വിളിച്ചപ്പോ ആദാം വിളിച്ചു പറയുക, നീ എനിക്ക് കൂട്ടു തന്ന ഇവളാ പാപം ചെയ്തത്, ഇവളാ എന്നെ പാപം ചെയ്യിപ്പിച്ചത്. ദൈവം ശിക്ഷിച്ചപ്പോ രണ്ടുപേർക്ക് ഒരേ ശിക്ഷയിൽ കൊടുത്തേ, രണ്ടുപേർക്ക് മാറ്റി മാറ്റിയാണ് കൊടുത്തത്, രണ്ടുപേർക്ക് ഒരേ ശിക്ഷ കൊടുത്തു. ആ പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമില്ല. കാര്യം എന്തുവാ? ആദാമിനെ പറഞ്ഞുകൂടായിരുന്നു, സ്വപ്രമാതല്ലേ ഞാൻ ആദ്യം വന്നത്, അത് കഴിഞ്ഞിട്ട് നീ വന്നത്, അതുകൊണ്ട് സ്വപ്രമാതല്ലേ ഞാനും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്, നിന്റെ പ്ലാനും പദ്ധതിയൊന്നും നടക്കത്തില്ല, നീ വിട്ടുപോ, എനിക്ക് വിഷയം എന്റെ ദൈവമാണ് പറഞ്ഞുകൂടായിരുന്നു. ആദാം എന്ത് ചെയ്തു? അവ പറഞ്ഞത് അനുസരിച്ചു. അപ്പോഴവന്റെ ഉള്ളത്തിനകത്ത് എന്ത് കയറി? എന്ത് കയറി? അത്യാഗ്രഹം എന്ന് പറയുന്ന പിശാച് കയറി. എന്ന് പറഞ്ഞത് ആത്മീയമായി നമ്മൾ ദൈവസന്നിധി പ്രാപിക്കുമ്പോൾ, ദൈവവചന പ്രകാരം പ്രാപിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കീഴ്പ്പെടുമ്പോൾ എല്ലാം നമ്മുടെ ഉള്ളത്തിനകത്തും ആര് വരും? പിശാച് വരും. അവന്റെ പ്ലാനാണ് അത്യാഗ്രഹം. ഇന്ന് പകരം ജയിച്ചോണം, അത്യാഗ്രഹത്തെ ജയിച്ചോണം, അത്യാഗ്രഹത്തെ ജയിച്ചോണം. അതേപോലെ അവന്റെ വലിയൊരു പ്ലാന ഞാൻ എന്നുള്ള ഭാവം. അവന്റെ പ്ലാൻ എനിക്കെല്ലാം അറിയാം, നമുക്കൊന്നും അറിയില്ല. നമ്മുടെ പൊട്ടൻ സ്തോത്രം. പഴയ ആൾക്കാർ പറയുന്നത് പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ. യെസ്, പൊട്ടൻ അറിയത്തില്ല ലോട്ടറി അടിച്ചതിന്റെ മഹത്വം എന്തുവാന്ന് അറിയത്തില്ല, ആ എമൗണ്ടിന്റെ മഹത്വം എന്തുവാന്ന് അറിയത്തില്ല, പൊട്ടൻ അറിയത്തില്ല. സ്തോത്രം. പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ. കാര്യം എന്തുവാ? നമ്മൾ പൊട്ടനാണ്. നമ്മളെ യോഗ്യതകൾക്കും അപ്പുറമായ ആരെ കിട്ടിയത്? യേശുവിനെ കിട്ടിയ നമ്മുടെ കുടുംബത്തിൽ ഇനിയും, നമ്മുടെ ചുറ്റുവട്ടം ഇനിയും, നമ്മുടെ സ്തോത്രമാലരിയ നമുക്കറിയാവുന്ന ഇനിയും അനേകരുണ്ട്. അവർക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ് നമ്മുടെ ദേശത്ത്, നമ്മുടെ പട്ടണത്തിൽ ആര് തന്നിരിക്കുന്നത്? കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പൊട്ടനാ. സ്തോത്രം. നമുക്ക് ഇട്ടിരിക്കുന്ന നിധിയെ നമുക്ക് അറിയുന്നില്ല. നിധിയെ തിരിച്ചറിയാറുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും, എത്ര സ്തുതിച്ചാലും, എത്ര മഹത്വപ്പെടുത്തിയാലും നമ്മൾ അടങ്ങിയിരിക്കത്തില്ല, അടങ്ങിയിരിക്കത്തില്ല. അന്നത്തെ ദൈവത്തോട് പറയാം, അപ്പാ ഇത്രയും ചെയ്യാനല്ല, ഇതിനപ്പുറം കഴിയുന്നത് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം ഞങ്ങളെ കരുതുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ മാനിക്കുന്നുണ്ട്, ഞങ്ങളുടെ തലമുറകളെ മാനിക്കുന്നുണ്ട്. യേശുവിനെ ഞങ്ങളുടെ കുടുംബം തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, യേശുവിനെ അറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വരത്തില്ലായിരുന്നു, ഞങ്ങളുടെ തലമുറകളെ വരത്തില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബം ഇന്ന് സന്തോഷം അനുഭവിക്കണമെങ്കിൽ ആ യേശു ഞങ്ങളുടെ ഭാരതി വന്നതുകൊണ്ടാ, യേശു ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നതുകൊണ്ടാ, യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമാധാന സന്തോഷം ഒരു ശക്തിക്ക് തകർക്കുവാനും കഴിയത്തില്ല. ഒരു ശക്തിക്കും ഒരുവന്റെ പ്ലാനിനോ പദ്ധതിക്കോ അത് തകർക്കുവാൻ കഴിയത്തില്ല, തകർക്കുവാൻ കഴിയത്തില്ല. ഇന്ന് മകന് പ്രിയ ദൈവജനമേ നീ ഓർത്തോ, ഇന്ന് പ്രിയ ദൈവജനമേ നീ ഓർത്തോ, നിന്നെ തകർക്കുവാൻ പിശാച് പ്ലാനിച്ചിട്ടുണ്ട്. നീ അത്യാഗ്രഹത്തിൽ വീണുപോലെ. നിനക്ക് അത്യാഗ്രഹം വേണ്ട, നിനക്ക് ആഗ്രഹം വേണം. ആഗ്രഹം ദൈവത്തോട് പറയാം. നിന്റെ ആഗ്രഹം സാധിച്ചെടുക്കുന്ന ദൈവമാണ്. അത് മനുഷ്യരോടല്ല പറയേണ്ടത്, ബന്ധുക്കളോടല്ല പറയേണ്ടത്, സുഹൃത്തുക്കളോടല്ല പറയേണ്ടത്. നിന്റെ ആഗ്രഹം നിന്റെ ദൈവത്തോട് പറ, നിന്റെ സർവശക്തനായ യേശുവിനോട് പറ. നിന്റെ ആഗ്രഹത്തെ തരുന്നവനായ ദൈവം. പക്ഷെ അത്യാഗ്രഹത്തിനകത്ത് അടിമയായി പോലെ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് എന്റെ ഉള്ളത്തിനകത്ത് ഒരിക്കലും എന്തിയല്ലേ അത്യാഗ്രഹം വരരുത്. അത്യാഗ്രഹം എന്റെ ഉള്ളത്തിനകത്ത് വന്ന ഉടനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തിരിച്ചറിയാനുള്ള കൃപ തരണം. പരിശുദ്ധാത്മാവ് അവളെ തിരിച്ചറിയും, വെളിപ്പെടുത്തി തരുന്നത് അത്യാഗ്രഹമാണ്.
ഈ പോക്ക് അത്യാഗ്രഹത്തിലേക്കാ. അത്യാഗ്രഹത്തില. ഒരിക്കലും എന്ത് ചെയ്യല്ലേ? സ്വന്തമാലിയ ദൈവത്തിന്റെ ആത്മാവിനോട് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആർക്ക് വെളിപ്പെടുത്തി തരും? ദൈവജനത്തിന് വെളിപ്പെടുത്തി തരും. അത്യാഗ്രഹത്തിനകത്തുനിന്ന് വരല്ലേ, പുറത്തു വന്നോ. ചിലരുടെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ചിലരങ്ങ് പൊക്കും. ഈ പൊക്കുമ്പോഴും വീടല്ലേ, ഈ പൊക്കുന്ന ആരുടെ പ്രധാന? പിശാചിന്റെ പ്രധാന. ആ ഔവ എങ്ങനെയാ വന്നേ? ഔവ അങ്ങ് പൊക്കി. ദൈവത്തിന്റെ ശ്രേഷ്ഠതോളം അങ്ങോട്ടങ്ങ് പൊക്കി 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 വെച്ചിട്ടാ സ്വന്തം തലയ്ക്ക് അടിഞ്ഞു കൊടുത്തത്. പാപം ചെയ്യിപ്പിച്ച് ദൈവമായിട്ടുള്ള ബന്ധം മാറ്റിയത്. നമ്മളെ സൂപ്പിക്കും, പൊക്കും. നമ്മളെന്ത് ചെയ്യല്ലേ? വീട് പോകല്ലേ. മനുഷ്യൻ നമ്മളെ സ്തോത്രം ലാവണ്യ വാക്കുകൊണ്ട് വർണ്ണ വാക്കുകൊണ്ടെല്ലാം നമ്മളെ സ്തുതിച്ച് പൊക്കുമ്പോഴും നമ്മളത് വീട് പോലെ കാര്യമോ. ഇവൻ നിമിഷ നേരം കൊണ്ട് നമ്മളെ തിരിച്ചു പറയും. നിമിഷ നേരം കൊണ്ട് നമ്മളെ അപവാദം പറയും, പരിഹസിക്കും. ചിലർ പറയും, യോ ഇത്രയും നല്ലൊരു മനുഷ്യൻ, യോ നിങ്ങളെ പ്രാർത്ഥന എത്ര വലിയ പ്രാർത്ഥനയാ. ഓ, ആ പ്രാർത്ഥിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഉണർവാ, സുഖമാ. അവർക്ക് ഉണർവ് സുഖം കൊടുക്കാനാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. നമ്മൾ ആരെയും പ്രാപിക്കാനാ പ്രാർത്ഥിച്ചത്? ദൈവമായിട്ടുള്ള ബന്ധം കൂട്ടാനാ പ്രാർത്ഥിച്ചത്. ദൈവമായിട്ടുള്ള ബന്ധം കൂട്ടാനാ പ്രാർത്ഥിച്ചത്. ഓ, നിങ്ങളെ ശബ്ദം, അയ്യോ പകല് ചില സമയത്ത് ഞാൻ കേൾക്കും. ഓ, ഞാൻ വീട്ടിൽ ഇരുന്ന് പറയാറുണ്ട്, അയ്യോ എന്ത് നല്ല പ്രാർത്ഥിക്കുന്നു. വീടല്ലേ, അത് നിന്നെ എന്ത് ചെയ്യാൻ പോവുക? വലിയ കുഴപ്പത്തിൽ കൊണ്ടുപോകാൻ പോവുക. വലിയ കുഴപ്പത്തിൽ കൊണ്ടുപോവാ. മനുഷ്യനല്ല നിന്നെ പ്രാർത്ഥനക്കാരെന്ന് പറയുന്നത്, പ്രാർത്ഥനക്കാരി എന്ന് പറയുന്നത് ദൈവമാണ് പറയുന്നത്. ആ ദൈവം എന്ന സാക്ഷ്യവും ആർക്കെടുത്ത് കളയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യരും എടുത്ത് കളയാൻ പറ്റില്ല. ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനക്കാരനകത്ത് തന്നിട്ട് ദൈവം നമുക്കൊരു സാക്ഷ്യം തന്ന ആ സാക്ഷ്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കളയാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയാൽ ആ സാക്ഷ്യം എന്നായാലും എന്ത് ചെയ്യും? നമ്മുടെ സാക്ഷ്യം നശിപ്പിക്കുവാൻ പിശാച് നോക്കി നശിപ്പിച്ചെങ്കിൽ നമ്മൾ ഇരട്ടി സാക്ഷ്യത്തോട് ആര് പുറത്തു കൊണ്ടുവരും? ദൈവം പുറത്തു. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ സാക്ഷ്യം ചിലപ്പോൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇരട്ടി സാക്ഷ്യത്തോട് ആര് പുറത്തു കൊണ്ടുവരും? നമ്മൾ ദൈവത്തിന് വിശ്വസ്തനാണെങ്കിൽ. അല്ലെങ്കിൽ കൊണ്ടുവരത്തില്ല, അല്ലെങ്കിൽ കൊണ്ടുവരത്തില്ല. സ്തോത്രം. അത്യാഗ്രഹം വരുമ്പോഴാണ് പ്രശ്നം. അത്യാഗ്രഹം വരുമ്പോഴാണ് പ്രശ്നം. ഇന്ന് പലരെ ശുശ്രൂഷകൾക്ക് പല സഭയുടെ സ്തോത്രം വലിയ തിരക്കോട് ഓടിക്കൊണ്ടിരുന്നതാണ്. ഇന്നെല്ലാം തിരക്കും പോയി സ്റ്റോപ്പിംഗ് തുടങ്ങിയതിന്റെ കാര്യം എന്തുവാ? അത്യാഗ്രഹം ഒരുവന്റെ ഉള്ളത്തിൽ വന്നു. ഇന്നലെ ഞാനത് പഠിച്ച കാര്യം സ്തോത്രം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയക്കകത്ത് ഒരു കാര്യം കണ്ടു. ഒരു ഭാര്യ ഭർത്താവിനെ കണ്ടു. അവർ ഭയങ്കര കൗൺസിലിംഗ് ആയിരുന്നു. അവർ ഭയങ്കര ഏത് കാര്യത്തിനും അവർക്ക് മറുപടിയായിരുന്നു. അവർ ഭയങ്കര സ്തോത്രം പ്രാർത്ഥനകൾ വെപ്പായിരുന്നു. ആ ഭാര്യ ഭർത്താവ് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഞാൻ കുറെ വർഷങ്ങളോളം ശ്രദ്ധിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഞാൻ ഇങ്ങനത്തുള്ള കാര്യം എപ്പോഴും കാണാറില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ചില പോയിന്റുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവരുടെ വാക്കുകളെല്ലാം എഴുതി വെച്ചേക്കുന്നതെല്ലാം നോക്കുമ്പോൾ ഇവരാണോ ഇത്രയും വെച്ച് നമ്മളും പോവും. 2 മിനിറ്റ് കണ്ടിട്ട് പോയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോ പെണ്ണുപിള്ള തല അടിച്ചു വിളിച്ചു. ഇത്രയും വചനം പറയുന്ന ആത്മീയ സ്തോത്രം ദാനം നടത്തുന്ന ആ സെമിനാരികൾ നടത്തുന്ന വ്യക്തിയാ തല അടിച്ചു വിളിച്ചു. കാര്യം എന്തുവാ? കാര്യങ്ങൾ അങ്ങോട്ട് പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത് പണത്തോടുള്ള അത്യാഗ്രഹം കുടുംബത്തിനകത്ത് ഒരു വിഷയം തന്നെ. അത്യാഗ്രഹങ്ങൾ. ഞാനൊരു കാര്യം പറയാം. നമുക്ക് മനുഷ്യനെ മറയ്ക്കാൻ പറ്റും, ഭാര്യയെ മറയ്ക്കാൻ പറ്റും, ഭർത്താവിനെ മറയ്ക്കാൻ പറ്റും, മക്കളെ മറയ്ക്കാൻ പറ്റും, നാട്ടുകാരെ മറയ്ക്കാൻ പറ്റും. ആരെ മറയ്ക്കാൻ പറ്റത്തില്ല? ദൈവത്തെ മറയ്ക്കാൻ പറ്റും. ഒരു ദിവസം ദൈവത്തെ പുറത്തു കൊണ്ടുവരും. എത്ര നീ മൂടി വെച്ചെന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരമല്ല നീ ഇരിക്കുന്നെങ്കിൽ അത് നീ പുറത്തു കൊണ്ടുവരും. നിന്റെ ഒറിജിനൽ സ്വഭാവം പുറത്തു കൊണ്ടുവരും. ഇതാരാ ഈ സ്വഭാവത്തിനകത്ത് കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പിശാച്. നീ യേശുവിനാൽ പുതിയ വ്യക്തിയായി, പുതിയ സൃഷ്ടിയായി. നിന്റെ മേൽ ആരെ ഭരിക്കാവൂ? കർത്താവ് യേശുവിനെ ഭരിക്കാവൂ. നിന്റെ ഉള്ളത്തിനകത്ത് ആര് കയറിയേക്കുക? പിശാച് കയറിയ നിന്നെ പാപം ചെയ്യിപ്പിക്കുന്ന ആ പിശാചിനെ നീ എന്ത് ചെയ്യണം? ഓടിച്ചോണം. അതിനുള്ള അധികാര ശക്തി ആര് തന്നിട്ടുണ്ട്? സ്തോത്രം. അല്ലാതെ പിശാച് ചെയ്തിട്ട് പറയുക, സ്തോത്രം, പിശാച് ചെയ്തിട്ട് പറയുക, അയ്യോ എല്ലാം പിശാച് അറിയത്, എല്ലാം പിശാച് അറിയത്. നീ ദൈവവേദനല്ലായിരുന്നു, നീ ദൈവത്തെ ആരാധിക്കുന്നവരല്ലായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനല്ലായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവനല്ലായിരുന്നു, വചനം കേൾക്കുന്നവനല്ലായിരുന്നു, ദൈവ വെളിപ്പാടുള്ളവനല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഈ പിശാച് കയറിയത്? പിശാച് പിന്നെ എങ്ങനെ കയറി? നിന്നെ എങ്ങനെ ബന്ധിച്ചേ? ചിലര് പറയുന്നു അയ്യോ എല്ലാം ബന്ധനമാ. ആ ബന്ധനം എങ്ങനെയാണോ കയറിയത്? ബന്ധിച്ച് എങ്ങനെയാണ്? നീ സമ്മതിച്ചു കൊടുത്തോണ്ടാ കയറിയത്.
നീ സമ്മതിച്ചില്ലായിരുന്നു, നീ കേറത്തില്ലായിരുന്നു. പത്രോസ് പറയുക, പിശാച് നിനക്ക് ചുറ്റും അലർന്ന സിംഹം പോലെ നിന്നെ വിഴുങ്ങുവാൻ വേണ്ടി നടക്കും. പത്രോസിന്റെ ലേഖനത്തിനകത്ത് പത്രോസ് പറയുക, പക്ഷേ നീ ഭയപ്പെട്ടു പോലെ കുഞ്ഞെ, ആര് നിന്റെ കൂടെ ഉണ്ട്? കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ കർത്താവിനെ മുറുകി പിടിച്ച് നീ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോ. നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പിശാചിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൂടുവാൻ കഴിയത്തില്ല. പിശാചിനെ നമ്മളെ തൊടാൻ പറ്റാത്തതിന്റെ കാര്യം എന്തുവാ? പിശാചിന് നമ്മളെ ജയിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? കർത്താവാ, അത് പക്ഷെ ജയിക്കുവാൻ കഴിയാത്ത കാര്യം എന്തുവാ? കാൽവരി ക്രൂശിൽ ആദ്യം കർത്താവ് ചെയ്ത അവർക്ക് തലയേറട്ടെ മറ്റേ ഒപ്പം നിൽക്കുമായിരുന്നു, സംസാരിക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ തല തകർത്തവന് പിന്നെ പല ഉണ്ടോ? തല തകർത്തവന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ യജമാനൻ, നമ്മുടെ പ്രഭു, നമ്മുടെ കർത്താവ്, കർത്താവ് യേശു, നമ്മുടെ രാജാവായ യേശു. യേശുവിന്റെ പൈതലാണ് നമ്മളെ തുറന്നെങ്കിൽ ആര് ചിന്തിക്കണം? യേശു. എന്നിട്ട് ദൈവമക്കൾ പറയുക, യോ ബന്ധിച്ചു ബന്ധനമാ. എനിക്കത് അറിയാൻ വേണ്ടിയില്ല ബന്ധനമാന്ന്. ചില പാസ്റ്റർമാർ പറയാറുണ്ട്, ഞാൻ അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ വലിയൊരു ആക്സിഡന്റ് പുള്ളി വന്നു, അവിടെ ഒഴിച്ച ചിലതാവാണ്. ഇവരുടെ ബാധ, ഇവരെന്ത് പൊട്ടത്തരവാന്ന് പറയുന്നത്. യേശുവിന്റെ പൈതൽ എന്നെ പെരുമ്പാവൂർ മീറ്റിംഗിന് വിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ശുശ്രൂഷിക്കാൻ വിട്ടേക്കുന്നേ. ആരാ വിട്ടേക്കുന്നേ? കർത്താവ് വിട്ടിരിക്കുന്നേ. ആരടുത്തേക്കാ? കർത്താവിന്റെ ദൈവജനത്തിന്റെ അടുത്തേക്കാ വിട്ടിരിക്കുന്നത്. അവരെ വേട്ടയാടുന്ന പിശാചിനെ തകർക്കാനുള്ള അധികാരം ശക്തി തന്ന ദൈവം വിട്ടിരിക്കുക. അതിനെ തകർത്തിട്ട് നീ പുറത്തു വരുമ്പോൾ നിന്നെ തൊടത്തില്ല ദൈവം. ദൈവം നിന്നെ തൊടാൻ, ദൈവം ശത്രുവായ പിശാചിനെ തൊടാൻ ആര് വിട്ടുകൊടുക്കത്തില്ല? ദൈവം അനുവദിക്കത്തില്ല. കാര്യം എന്തുവാ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തിട്ടാ നീ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിന്റെ ഉള്ളിൽ കിടക്കുന്നതിനെ നിഗളം എറിയപ്പെട്ട ആര് വന്നത്? പിശാച് വന്നത്. എന്ത് പറഞ്ഞാൽ പാപം ചെയ്യുന്ന വ്യക്തിയുടെ അടുത്ത് ആർക്ക് കയറാൻ പറ്റും? പിശാചിന് കയറാൻ പറ്റുമോ? പിശാചിനെ കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയുക, പാപ ചിന്ത നിന്റെ ഉള്ളത്തിനകത്ത് വരുമ്പോൾ, അത്യാഗ്രഹം നിന്റെ ഉള്ളത്തിനകത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ പാപം ചെയ്യണമെന്നുള്ള പ്രേരണ നിന്റെ ദൈവത്തിനകത്ത് വരുമ്പോഴാണ് ആര് വരുന്നത്? അല്ലാതെ പവർഫുൾ ആയിട്ടിരിക്കുമ്പോൾ ആരും വരുന്നില്ല. ഞാൻ വചനത്തിനകത്ത് നിന്നൊരു മറുപടി പറയാം. യേശുവിന്റെ 40 ഉപവാസം രാവും പകലിരിക്കുക. ദൈവത്തിന്റെ ദൂതന്മാരുടെ വലയുണ്ട്, ആത്മാഭിഷേകത്താൽ ഇരിക്കും. 40-ാം ദിവസമായപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്തു? വിഷം. വചനം പറയുന്നു, ആ കല്ലെടുത്ത്, ഒരു ഉരുണ്ട കല്ലെടുത്ത് തമ്പുരാൻ ചെയ്തപ്പോ കയ്യിലൊന്ന് വെച്ചു. തമ്പുരാന് വിശന്നു. ഉരുണ്ട കല്ലെടുത്ത് തമ്പുരാൻ വെച്ചു. തമ്പുരാൻ 40 ദിവസം രാവും പകലും തീയാട്ട് നിൽക്കുവോ? ദൈവത്തിന്റെ അഭിഷേകത്തിന് തീയാട്ട് നിൽക്കുവോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുവോ? ആത്മാ ഉണർവോടെ നിൽക്കുവോ? ആ യേശു വിശന്നു കല്ലെടുത്ത് വെച്ചപ്പോഴേ ആര് കയറി? പിശാച് മനസ്സിലായി, അവസരമായി. ഇതേപോലെ നമ്മളെടുത്ത് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നീ ദൈവപുത്രനാണെങ്കിൽ, ആദ്യം സൂപ്പിച്ചു, എന്തുവാ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാവാൻ കൽപ്പിക്കും. യേശുക്കൾ ചിന്തിച്ച ഈ കല്ലല്ല, നീ എന്തുകൊണ്ടാണെങ്കിലും അപ്പമായി അതിനുള്ള അധികാരമുണ്ട്. ആർക്കുണ്ട്? നമ്മൾ വായിച്ചില്ലയോ? 5000 പേരെ പോഷിപ്പിക്കാൻ 5 അപ്പം എടുത്ത് ഒറ്റ പ്രാർത്ഥന. 5 അപ്പവും 5000 പേര് എവിടെ കിടക്കുക? 5000 പുരുഷന്മാരെ മാത്രമേ പറഞ്ഞുള്ളൂ, സ്ത്രീകളും കുഞ്ഞുങ്ങളും വേറെ ഉണ്ട്. ആ കൊടുത്ത പിതാവിന് ഇത് ചെയ്യാനാണ് പാട്, ചെയ്യാനാണ് പാട്. കർത്താവ് ഉടനെ എന്തുവാ? കർത്താവിന് അപ്പോഴും എന്തുണ്ട്? വിശപ്പുണ്ട്. കർത്താവ് അപ്പോഴും എന്തു പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനത്താലാണ് ജീവിക്കുന്നത്. അപ്പൊ പുതിയ നിയമസഭയിലെ ദൈവമക്കളായി നമ്മൾ എങ്ങനെ ജീവിക്കട്ടെ? സ്തോത്രം. ഇന്ന് ഇതേപോലെ പിശാചിന്റെ അവസരങ്ങൾ നമ്മൾ എടുത്തു. അത് അവസരം കൊണ്ടുവന്ന എങ്ങനെയാ? നമ്മളെ ഹൃദയത്തിനകത്ത് ആ ചിന്ത വന്നു. സ്തോത്രം. നമ്മളിപ്പോ അവിടുന്ന് പ്രവർത്തിച്ചു വന്നു, അവിടെ ഒരു ഭൂതത്തെ പുറത്താക്കി, അല്ലെ ഒരു വ്യക്തി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി. നമ്മൾ പുറത്തു വന്നിട്ട് നമ്മൾ കാറിൽ പോകുമ്പോൾ
ഇത് വലിയ ശുശ്രൂഷ ചെയ്യും, ഹാപ്പിയാണ്. അപ്പോഴാ സ്വപ്നമാലിയ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഒരാൾ കുറുക്കി കഴിഞ്ഞ് നമ്മൾ ചായ ചവിട്ടി വണ്ടി നിർത്തി. ഈശാനെ വിളിച്ചത് നമ്മൾ ആരാധിച്ച് ഇങ്ങോട്ട് വന്നതാ. ഈശാൻ അവിടുത്തെ ബന്ധനം. ഇത് പറയുമ്പോഴേ ആരും ചിരിക്കാൻ തുടങ്ങും. ഇത് നല്ല പരിപാടിയാണ്, ഇത് ഇത്രയും പേടിയാകും. അന്നായി പണി കൊടുക്കുക. ആര് വരും? എന്റെ കൂടെ ദേവദാസം മരിച്ച കൂട്ടുകാർ വന്നിട്ടുണ്ട്. അങ്ങനെ പറയും അതിന്റെ പ്രതികൂല. ഞാൻ പറയാം അതിന്റെ പ്രതികൂലല്ല, വണ്ടി കറക്റ്റ് സർവീസ് ചെയ്യണം, അതിന്റെ കേടാ അങ്ങനെ ചെയ്താൽ മതി. സ്തോത്രമാലയില്ല, വണ്ടി കറക്റ്റ് സർവീസ് ചെയ്ത് വണ്ടി അങ്ങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വണ്ടി കേടാവാനൊന്നും പ്രശ്നമില്ല, എപ്പം വേണമെങ്കിലും കേടാവാം. എത്ര വലിയ പുതിയ വണ്ടിയാന്ന് പറഞ്ഞാലും കേടാവാം. അല്ലാതെ പിശാച് കയറി പിടിച്ചൊന്നും അല്ല. അങ്ങനെ അതൊരു കാര്യം. ഈ യേശുവിന്റെ നാമത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിയാം. യേശുവിന്റെ നാമത്തിൽ ആ ഇന്ത്യൻ റൂമിനകത്ത് തൊട്ടൊന്ന് പാർട്ടിയില് വണ്ടി സ്റ്റാർട്ടാവുന്നത് പിശാചിനെയാണെങ്കിൽ നിന്റെ മേൽ വിധിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ മാറ്റാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റും. അത് ചെയ്യും. എന്നിട്ട് ചില ആക്സിഡന്റ് എല്ലാം വന്ന് കയ്യിരിപ്പ് കൊണ്ടാണ്. നിന്റെ ചില അത്യാഗ്രഹത്തിന് ദൈവം തരും, ചില ശിക്ഷകൾ കൊട്ട് തരും. എല്ലാവർക്കും ദൈവം തരും ചില അത്യാഗ്രഹത്തിന് കൊട്ട്. കാര്യം എന്തുവാ? പിന്നിലേക്ക് മാറാൻ വേണ്ടിയാ, നീ ആരെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ, നീ അത് ഏറ്റുപറയാൻ വേണ്ടിയാ. അല്ലാതെ അത് സംഭവിച്ചതോ ദുഃഖിച്ചിരിക്കാനല്ല. നീ ഏറ്റുപറയാൻ, കർത്താവേ എന്റെ അത്യാഗ്രഹമാണ്, ഞാൻ അറിയാതെ ചാടിപ്പോയതാ. ഞാൻ സമ്പത്തിന്റെ പിന്നാലെ പോയി, ഞാൻ ചില ആഡംബരത്തിന്റെ പിന്നാലെ പോയി, ഞാൻ ചില അധികാരത്തിന്റെ പിന്നാലെ പോയി, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത് എനിക്ക് തിരിച്ചറിയുന്നു, ഞാൻ ഇതിനകത്തോട്ട് പുറത്തു വരുവാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ആർക്ക് വേണ്ടത്? കർത്താവായ യേശു. യേശു വേണ്ടത്. നമ്മളെന്നും നമ്മളെ തന്നെ കഴുകുന്ന ശുദ്ധീകരിക്കുന്നവനെയാണ് ആർക്ക് വേണ്ടത്? അന്ന് ഔവ പറയുക, യേശു ദൈവം നമ്മന്ന് ഔവയും ആദാവും ദൈവം വന്നപ്പോഴേ സ്തോത്രം പറയുക, കർത്താവെ ദൈവം വിളിച്ചപ്പോഴേ ആദാമേ ഔവയെന്ന് വിളിച്ചപ്പോഴേ ഓടിച്ചെന്നിട്ട് പറയുക, തമ്പുരാനെ ഞങ്ങൾ തെറ്റ് ചെയ്ത് ഞങ്ങൾ അറിയാതെ കഴിച്ചു. ഇതൊന്നും അല്ല അവർ പറയുന്നത്. അവരെന്തുവാ? മാറി വസ്ത്രം തിരക്കാൻ നടക്കുക, സ്തോത്രം വസ്ത്രമിടാൻ നോക്കുക. എന്നിട്ട് അവരെന്തുവാ? അവർ ഓടുക, ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നില്ല. എന്നിട്ട് ആദാമിനെ വിളിച്ചോ പറയാ, കൂട് തന്നതാ, ഉടനെ ആരുടെ തലയിൽ വെച്ച് കൊടുക്കുക. കൂടെ ഇന്നും എന്നും അന്നും ഇന്നും എല്ലാം ഒരേ സ്വഭാവം നമുക്കുള്ളത്. നമ്മളെ തെറ്റ് നമ്മൾക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അത് ആരെങ്കിലും വീഡിയോ ചെയ്യണം, ഇട്ടുകൊടുത്തിട്ട് അതേപ്പറ്റി പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം. നമ്മളെ മക്കളോട് പറയും, എടാ ആ കൂട്ടുകെട്ടാണ്, ആ കൂട്ടുകെട്ട് കൊണ്ടോ നീ അതിനെ വിട്ടായിരുന്നു. കൂട്ടുകെട്ടല്ല പാവം ചെയ്യിപ്പിച്ചത്. ആരെയാ പാവം ചെയ്ത്? നീ സ്വയം തീരുമാനിച്ച പാവം ചെയ്ത്. അതെന്താ പറയാത്തെ? സ്വയം ഞാൻ തീരുമാനിച്ചത് പാവം, എനിക്ക് ആ കൂട്ടുകെട്ട് വേണ്ട, ആ കൂട്ടുകെട്ട് ശരിയാവത്തില്ല, എന്നെ പാവം ചെയ്യുന്നതാ. കളയണം, കളയണം. ആ ബന്ധം എനിക്ക് വേണ്ട, എന്നെ എന്ത് ചെയ്യണം? പാവം ചെയ്യിപ്പിക്കുന്ന ബന്ധമാണ്, അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞു മാറേണ്ട ആർക്കും മുതലേ നമുക്കതിനുള്ള ബുദ്ധി, ജ്ഞാനം, കൃപകളെല്ലാം തന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാം പിശാചിന്റെ തലയിൽ കൊടുക്കല്ലേ. എല്ലാം ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ശരീരത്തിനകത്ത്, ഭവനത്തിനകത്ത്, യേശുവിന്റെ തങ്കച്ചോരയിട്ട ഭവനത്തിനകത്ത്, യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട ഭവനത്തിനകത്ത് പിശാചി കയറണമെങ്കിൽ നീ തീരുമാനിക്കാതെ വരത്തില്ല. നീ അവസരം കൊടുക്കുന്നതുകൊണ്ടാണ് കയറുന്നത്. അവസരം കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല, കേറത്തില്ലായിരുന്നു. സ്തോത്രം. ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയാം, പലരുടെ അധംപതനത്തിന്റെ താഴ്ച, അധംപതനത്തിന്റെ സ്തോത്രം, താഴ്ചയുടെ മെയിൻ കാര്യം അത്യാഗ്രഹം ഉള്ളിൽ വരുന്നതാണ്. സ്തോത്രം. എന്നോട് പറയണ്ടോ, നമ്മളെ ശുശ്രൂഷയിലെല്ലാം ചില മാറ്റം വരുത്തി, നമ്മുടെ സഭയ്ക്കകത്തൊരു മാറ്റം വെട്ടി നമ്മൾ ആളിനെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, ഇത് രാഷ്ട്രീയ മീറ്റിംഗ് അല്ല, ഇത് രാഷ്ട്രീയ മീറ്റിംഗ് അല്ല. എനിക്ക് അങ്ങനെ ആള് കയറണ്ട. ദൈവം തരുന്നത് മതി, ദൈവം തരുന്നതിനെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പിന്നെ ഇത്രയും വലിയ സഭയുടെ പാസ്റ്റർ അറിയപ്പെടുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ദാസൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ എപ്പോഴും നമ്മൾ ഓർക്കണം, അയ്യോ ഞാൻ ഇന്ന സഭയിൽ പോകുന്ന അംഗമാണ് എന്ന് പറഞ്ഞാൽ ഒന്നും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ആരുമായിട്ട് ബന്ധം വേണം? കർത്താവുമായിട്ട് ബന്ധം വേണം. എപ്പോഴും ചിന്തിച്ചോളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു സഭയുടെ പാസ്റ്റാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ സ്വതന്ത്രമായ ലോകം കൈയടിക്കുന്ന സഭയുടെ പാസ്റ്റാവണ്ട. അതിനുള്ള തന്ത്രങ്ങളെല്ലാം എനിക്കറിയാം, പ്ലാനുകളെല്ലാം എനിക്കറിയാം. എനിക്ക് കുറെ പേര് ഉപദേശിച്ചു തരാറുണ്ട്. പക്ഷെ ആ ഉപദേശത്തിനകത്ത് ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. കാര്യം എന്തുവാ? ദൈവം എന്ന് പറയുന്നത്. ദൈവം ഉയർത്തുന്ന സമയത്ത് ഉയർത്തിയാൽ മതി, ദൈവം തരുന്ന സമയത്ത് തന്നാൽ മതി. വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. ഇത്രയും നാളുകൾ വെയിറ്റ് ചെയ്തു, ഇത്രയും നാളും നിന്നെ അനുഭവിച്ചു, പരിഹാസം അനുഭവിച്ചു, മുൻവിധികൾ അനുഭവിച്ചു. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ സന്നിധി വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. ദൈവം എനിക്ക് വേണ്ടി ഒരു വാദം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വാദം തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല.
ഇന്ന് പ്രിയ ദൈവമക്കളെ എന്ന് പത്രങ്ങോട്ട് ഓർത്ത് ഏറ്റെടുത്തങ്ങോട്ട് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വാതിലിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. കാര്യമുണ്ടോ? സർവശക്തനായ ദൈവം ആ വാതിൽ തുറന്നിരിക്കുന്നത്. ആ ദൈവം നിങ്ങളെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. അത് തുറക്കുന്നത് വരെ ചില പ്രതികൂലം കാണും, ചില പ്രയാസങ്ങൾ കാണും, ചില സങ്കടങ്ങൾ കാണും. അവിടെ ഒന്നും നീ ഭയപ്പെട്ടു പോകല്ലേ, അവിടെ ഒന്നും നീ വീട് പോകല്ലേ. നീ യേശുവിനെ നോക്കി ഓടുന്ന മൈതാനാണെങ്കിൽ നിശ്ചയമായി നീ നിന്റെ തലമുറയെ അനുഗ്രഹപ്പെട്ട ഒരു ദിവസമുണ്ട്. അന്ന് ഒരു ശത്രുവിനും നിങ്ങളെ തെറ്റിലേക്കുവാൻ കഴിയത്തില്ല. അവരുടെ പ്ലാനിനോ പദ്ധതിക്കോ തെറ്റിലേക്കുവാൻ കഴിയത്തില്ല. കാര്യം നീ യേശുവിനെ ജയമെടുക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വചനത്തിനകത്ത് പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവജനം പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുക, പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പുറത്തു വന്ന പത്രോസിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്ന് അനേകം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനയുടെ വിടുതലിന്റെ മഹത്വം എത്ര വലുതെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. സ്തോത്രം. പരസ്യമായിട്ടൊന്നും പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ വീട്ടിലെ ജോലിക്കാരിക്ക് പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റി. ദൈവത്തിന്റെ നാമത്തെ തിരിച്ചറിയാൻ പറ്റി. ദൈവത്തിന്റെ ദൂതനെ തിരിച്ചറിയാൻ പറ്റി. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. അവൾ ചെന്നത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവളെ നോക്കി പറയുക, നിനക്ക് ഭ്രാന്തമുണ്ട്. ഇന്ന് പകരം പ്രിയ ദൈവമക്കളെ നമ്മൾ ചിലതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ ഭ്രാന്തനാവും, പൊട്ടനാവും. അവിടെ ഒന്നും നീ പതറിപ്പോലെ വീട് പോലെ ആര് നിന്റെ കൂടെ ഉണ്ട്? കർത്താവ് യേശു നിന്റെ കൂടെ ഉണ്ട്. ആ വാക്യം ഒന്ന് വായിച്ച് അതിലേക്കൊന്ന് കൊണ്ടുവരാം. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പ്രാർത്ഥിച്ച കൂട്ടത്തിലേക്ക് ആര് വിട്ടത്? ദൈവം വിട്ടത്. കാര്യം പ്രാർത്ഥിച്ച കൂട്ടത്തിനെ ബലപ്പെടുത്താൻ ആദ്യം വിട്ടത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ പിടിക്കപ്പെട്ടു, ഞാൻ പുറത്തു വന്നു. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഒരു കാരാഗ്രഹത്തിലോ ഒരു സൈന്യത്തിന്റെ സേനാപതിക്കോ എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബന്ധിച്ചു വെക്കുവാൻ കഴിയത്തില്ല. അതൊരു വലിയ ശക്തിയാണ് എന്റെ കൂടെ ഉള്ളത്. കർത്താവായ യേശു, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്ക് മറുപടി തരും. ഏത് വിഷയത്തിനകത്ത് മറുപടി ഉണ്ടെന്ന് ഈ ഒറ്റ കാര്യത്തിനകത്ത് തിരിച്ചറിയാൻ പറ്റും. കാരാഗ്രഹത്തിൽ കിടന്നവനെ ആര് പുറത്തു കൊണ്ടുവന്നേ? ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവം പുറത്തു വന്നു. അവരോടെല്ലാം പറഞ്ഞു, സ്തോത്രം. എന്റെ മറ്റുള്ള സഹോദരങ്ങളോട് പറഞ്ഞു, ഞാൻ പോവുക, വേറെ സ്ഥലത്തോട്ട് പോവുക. സ്തോത്രം. നിങ്ങൾക്ക് കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ പ്രാർത്ഥന കേട്ടു, മറുപടി തന്നു. പ്രാർത്ഥിച്ചവർ അടുത്ത് തന്നെ അപ്പുറത്തെ അവർക്ക് മറുപടി കിട്ടിയെന്ന് തെളിയിച്ചു കൊടുത്തിട്ട് പത്രോസ് എന്തിയോ വേറെ വിട്ടുപോയി. അടുത്തത് ഹെരോദാവ് അവരെ വിസ്തരിച്ചു, സൈന്യാധിപന്മാരെ വിശ്വസിച്ചു, അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. ആരെ പറഞ്ഞു വിട്ടത്? പത്രോസ്. പക്ഷെ പത്രോസിനെ പറഞ്ഞിട്ട് അമികാലിലെ സൈന്യാധിപന്മാരാണോ? അവര് പോലും അറിഞ്ഞില്ല രാത്രി ആ അമികാലിലെ ജയിലറയ്ക്കകത്ത് നടന്ന അത്ഭുതം. ജയിലറയ്ക്കകത്ത് കിടന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആരറിഞ്ഞില്ല? സൈന്യാധിപന്മാർ അറിഞ്ഞില്ല. അവരറിയാതെ എന്ത് ചെയ്തു? അവിടെ ദൈവത്തിന്റെ അത്ഭുതം ചെയ്തു. ദൈവദാസൻ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പ്രിയ മക്കളെ, ജയിലറയായാലും ഏത് പ്രതികൂലമായാലും ഏത് പ്രയാസമായാലും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നിന്നെ ദണ്ഡിപ്പിക്കുന്നവർ, നിന്നെ പരിഹസിക്കുന്നവർ, നിന്നെ അപമാനിക്കുന്നവർ, നിന്നെ നിന്ദിക്കുന്നവർ, നിന്നെ മുൻനിധിക്കുന്നവർ മധ്യേ ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയും. പത്രോസിനെ കാരാഗ്രഹത്തിൽ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ ദൂതന്മാരെ അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക, ദണ്ഡിക്കപ്പെട്ട് പരിഹസപ്പെട്ട് അപമാനപ്പെട്ട് മുൻവിധിക്കപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ മക്കളെ, മകനെ, മകളെ, ദൈവത്തിന്റെ ആത്മാവിന് ദൂത് വിളിച്ചു പറയുക. ദൈവത്തിന് ഇതേപോലെ ഒരു സെക്കൻഡ് കൊണ്ട് അമികാലിലെ കയ്യും കാലും മാമത്തിലേക്ക് ബന്ധിച്ചു, ചെന്നലയാൽ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നസറനായ
Glory to glory. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. പത്രോസ് അവരെ വിലപ്പെടുത്തി പറഞ്ഞു, മരണം കിട്ടി, ഞാൻ പുറത്തു പോകും. സ്തോത്രം. ഇനി നിങ്ങൾ അരിപ്പെട്ടു. എന്റെ യാക്കോബ് എന്റെ സഹോദരനോട് ചെയ്ത് പറ, ഞാൻ പുറത്തു വന്നു, ഇനി ഇതിനെപ്പറ്റി വിചാരിക്കേണ്ട. പത്രോസ് എന്ത് വേറെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. അടുത്തത് അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിയാക്കി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ച് അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. കണ്ടോ, ആരാ ബന്ധിപ്പിച്ചേ? യോഹന്നാനെ കൊന്ന ആരാണ്? ഹെരോദാവ്. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുക, ഇത് സ്വന്തം മറ്റൊരു രാജ്യത്തെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയും, സംസാരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ചിലർ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ തള്ളുക. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അവനെ തന്നെ ഉയർത്തി. അവൻ ആരെയും ബന്ധിപ്പിച്ചിട്ട് അവൻ ഇരിക്കുന്നേ, ദൈവജനത്തെ ബന്ധിപ്പിച്ചു. അവനുള്ള ശിക്ഷ എന്തുകൊടുത്തെ? അവൻ കൃമിക്ക് ഇരയായി. ഒരു രാജാവിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട മരണം. അറിയുമോ? രാജാവ് ഒരു രാജ്യത്തെ സ്തോത്രം യുദ്ധം ചെയ്ത് മരിച്ചാൽ അതിന്റെ വിലയുണ്ട്. സ്തോത്രം. വേറെ ഒരു കൃമിക്ക് ഇരയാണ്. ആര്? ഇത്രയുള്ള നമ്മളെ എതിർത്ത് നിൽക്കുന്ന ശത്രുവിനെ ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ വേറും നാണം കെട്ട ഒരു മരണം. എന്തുവാ? വെറും ഒരു കൃമിക്ക് ഇങ്ങനെ കൃമിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. വെറും അമികാലിൽ സ്തോത്രം ദുഷിച്ച് കാണുന്ന ഒരു സ്ഥാപനം വെറും നിസ്സാരമായിട്ട് കാണുന്നത് എന്ത് ചെയ്തു? ആരെ കൊന്നു? ഹെരോദാവിനെ. ഇത്രയുള്ള ശത്രുവിനെ തകർക്കാൻ കർത്താവ് എന്തുവാ? ഈ കൃമിക്ക് ഇരയാവുന്നവനാ നമ്മളെ ഫ്രണ്ട് കിടന്ന് ചാടുന്നു, നമ്മളെ ഫ്രണ്ട് കിടന്ന് വലിയ ആളല്ല കാണിക്കുന്നു. അവനാണ് നമ്മളെ പരിഹസിക്കുന്നത്, അപമാനിക്കുന്നത്, മുൻവിധിക്കുന്നത്. ഇവന്റെ മുൻവിധിയോട് നടത്തും. അവസാനം അവന്റെ അവസ്ഥ ഇതാണ്. ഇന്ന് പുതിയ നിയമത്തെ പറയുക, അവരുടെ അവസാനം എന്തുവാ? തീക്കൊള്ളിയ, നരകത്തിന്റെ തീക്കൊള്ളിയ, കത്താവുള്ള തീക്കൊള്ളിയ, നശിച്ചുപോകാനുള്ള തീക്കല്ലിയ. അവനെ കണ്ട് ആര് ഭയപ്പെടല്ലേ? ദൈവജനം പറയുക. നിന്നെ പരിഹസിച്ചെന്ന് പറഞ്ഞു, അപമാനിച്ചെന്ന് പറഞ്ഞു, മുൻവിധിച്ചെന്ന് പറഞ്ഞു, നിന്റെ കുടുംബത്തെ ഒന്നും ചെയ്യുവാൻ നിന്റെ ശത്രുവിന് കഴിയത്തില്ല. കാര്യം എന്തുവാ? അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാനേ പറ്റൂ, ചെയ്യാത്ത കാര്യം പറഞ്ഞുകൊണ്ട് കിടക്കാനേ പറ്റൂ. നമ്മളെ ദൈവം ചെയ്യുന്നതേ പറയുന്നു, നമ്മളോട് ചെയ്യുന്നതാ പറഞ്ഞേക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ദൈവം നമുക്ക് ദൂത് തന്നിരിക്കുന്നത് ചെയ്യുന്നതാ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതെല്ലാം ദൈവം നിശ്ചയമാണ് ചെയ്യും. ദൂത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബം കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായ ദൂത് നമ്മുടെ പട്ടണത്തിനകത്ത്, ദേശത്തിനകത്ത് ആര് ചെയ്യും? ദൈവം ചെയ്യും. ആര് മറന്നാലും ആര് മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു പൂർണ്ണ ഹൃദയത്തോട് ഏൽപ്പിച്ചു കൊടുക്കാം. എന്ന് പകൽ മറുപടി നൽകുന്ന ഒരു ദൈവം. കണ്ടോ, ശത്രുവിനെ വെറുതെ വിട്ടില്ല, ശത്രുവിനെ വെറുതെ വിട്ടില്ല. സ്തോത്രം. അവന് കൊടുക്കേണ്ട ശിക്ഷ ദൈവം കൊടുത്തു. ഇന്ന് പ്രിയ മക്കളെ, പത്രോസ് അവിടുന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, അയ്യോ എന്റെ ശത്രുവിനെ തുടരണമെന്ന് പത്രോസ് പറഞ്ഞില്ല. പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി മുതൽ പാർട്ടിയിൽ ഈ ദൈവജനത്തെ ഒടിപ്പിക്കുന്നവരെ ദൈവം തൊടാൻ വേണ്ടി പാർട്ടിയിൽ എന്ന് പത്രോസ് പറഞ്ഞു. ഇല്ല, പത്രോസ് കൂളാട്ട് ആ വിഷയമേ കളഞ്ഞു. പത്രോസ് വിട്ടങ്ങ് പോയി. നമ്മളെ എന്ത് ചെയ്യുക? തുറമേ ഒന്നും അടിച്ചില്ലല്ലോ, കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ. ഇതാ നമ്മളെ ചിന്ത. വിട്ടേക്കണം, വിട്ട കേസ് വിട്ടു. നമ്മൾ വിട്ടോണ്ട് പോവുക. നമ്മൾ ആരെ നോക്കിയാണ് പറയുന്നത്? കർത്താവ് പറയുക, യേശുവിനെ നോക്കിയാണ്. ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാണ് മുന്നോട്ട് പോയാൽ മതി. അവനെ തിരിഞ്ഞു നോക്കുന്നവനെ കർത്താവിന് വേണ്ട. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നീ ഉപ്പ് തൂണായി പോത്തേ ഉള്ളൂ. ലോകത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായ പോലെ നീ ഉപ്പ് തൂണായി പോത്തേ ഉള്ളൂ. ദിവസത്തിൽ വന്നിട്ട് കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നീ കലപ്പിക്ക കൈവച്ചിട്ട് നീ മുന്നോട്ട് ഓടേണ്ടവനാ, ബാക്കിലോട്ട് നോക്കേണ്ടവനല്ല, ബാക്കിലോട്ട് പോകേണ്ടവനല്ല. നീ ആരെ കണ്ട് ഇറങ്ങിയേക്കുന്നേ? യേശുവിനെ കണ്ട് ഇറങ്ങിയേക്കുന്നേ. പ്രതികൂലം വരും, പ്രയാസം വരും, സങ്കടങ്ങൾ വരും. ആരും നിനക്ക് ജയം തന്നോളൂ? കർത്താവ് നിനക്ക് ജയം നൽകും. പത്രോസ് ചോദിച്ചില്ല, അയ്യോ ഇനി നിങ്ങളെ അടുത്ത പ്രാർത്ഥന ഹെരോദാവിനെ തൊടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? പത്രോസ് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു? കൃമിക്കിരയായി. അവന്റെ മരണം എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അവനെ തകർത്ത് കളഞ്ഞു, അവനെ മുടിച്ചു കളഞ്ഞു.
പക്ഷെ കർത്താവിന്റെ ദാസന്മാരെ മരണം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി മരണം ഒരിക്കലും മാറാത്ത മരണം. ദൈവത്തിന് വേണ്ടി മരിച്ചു വന്ന മരണം. സ്തോത്രം. അതേപോലെയാണോ ഹെരോദാവിന് കിട്ടിയത്? സ്തോത്രം. ആർക്കും ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരണം, പരിഹാസ മരണമായി പോയി. ആർക്ക്? ഹെരോദാവ്. ഇന്ന് പ്രിയ മക്കളെ, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടി പ്രതികൂലം ഇറക്കുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നീ അത് കണ്ട് നീ കരയണ്ട. നീ ദൈവത്തിന്റെ വാക്തത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് ഓടിയാൽ മതി. അവൻ പറയുന്ന വാക്കുകളോ അവൻ പറയുന്ന പരിഹാസങ്ങളോ നിന്നുകളോ കേട്ട് നീ തിരിഞ്ഞു നോക്കണ്ട. നീ എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം തിരിഞ്ഞു നോക്കാനല്ല, മുന്നോട്ട് ഓടുവാനാ പറഞ്ഞിരിക്കുന്നത്. നീ മുന്നോട്ട് ഓടിയാൽ മതി. ദൈവം നിശ്ചയമായി നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. സ്തോത്രം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടക്കി ദൈവസ്ഥാനിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിക്കുക. കർത്താവേ, ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പുറത്തുകൊടുത്തിട്ടുണ്ട്, പലപ്പോഴും എന്റെ വിളി തെരഞ്ഞെടുപ്പ് ഞാൻ മറന്നിട്ടുണ്ട്, പലപ്പോഴും എന്റെ കർത്താവിനെ മറന്ന് പലപ്പോഴും ഞാൻ ജീവിച്ചിട്ടുണ്ട്. കർത്താവേ, ഇന്ന് പകൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുക. അപ്പാ, എന്റെ കുറവുകളെ, എന്റെ വീഴ്ചയിലേക്ക്, എന്നെ തിരിഞ്ഞു നോക്കിയ അവസ്ഥകൾക്കെല്ലാം ഇത് ദൈവം എന്നോട് ക്ഷമിക്കണേ അപ്പാ. ആ കുറവുകളെല്ലാം ദൈവം എന്നോട് ക്ഷമിക്കണേ അപ്പാ. ആ വീഴ്ചകളെല്ലാം ദൈവം എന്നോട് ക്ഷമിക്കണേ അപ്പാ. ആ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കണേ അപ്പാ. ദൈവം എന്റെ വാഗ്ദത്തത്തിന് തടസ്സമില്ല. എന്റെ വാഗ്ദത്തം പറഞ്ഞ സർവശക്തനായ ദൈവമാ. ആരൊക്കെ തടഞ്ഞു വെച്ചാലും ആ വാഗ്ദത്തം പറയാൻ തരുന്ന ഒരു സമയമുണ്ട്. കർത്താവ് എനിക്ക് ഓപ്പൺ ചെയ്യും. ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. ആ വാഗ്ദത്തം പറഞ്ഞ ദൈവം എനിക്ക് വാഗ്ദത്തം അനുഭവിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഈ അനുഭവത്തിലേക്ക് വരാതെ പറഞ്ഞ വാഗ്ദത്തം ഇന്ന് പകർന്ന് ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകർന്നിന്റെ പ്രതികൂലമായി നിൽക്കുന്നതിനെ എല്ലാം ദൈവം തകർത്ത് മാറ്റിക്കൊണ്ട് ആ അനുഭവത്തിലേക്ക് ഇന്ന് പകൽ ദൈവം കൊണ്ടുവരാൻ പോവുക. ആ ദൂതിന്റെ അനുഭവത്തിലേക്ക് നിന്റെ കുടുംബത്തെ കൊണ്ടുവരാൻ പോവുക. നിന്റെ തലമുറയെ കൊണ്ടുവരാൻ പോവുക. ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ വിശ്വസിക്കുക. ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് നീ ഏറ്റെടുത്ത് വിശ്വസിക്കോ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുക. ഇന്ന് പകൽ നിന്നെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ആ ദൂതിന്റെ സാക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ആ ദൂതിന്റെ പ്രവചനത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ആ ദൂതിന്റെ അത്ഭുതത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ഇന്ന് വിശ്വസിക്കുക. ആ ദൂതിലേക്ക് നീ ഇന്ന് പകൽ മാറ്. ആ ദൂതിലേക്ക് ഇന്ന് പകൽ മാറ്. ആ വാഗ്ദത്തത്തിലേക്ക് ഇന്ന് പകൽ മാറ്. അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് നിങ്ങൾ ചെയ്യട്ടെ. ആ ദൂതിന്റെ പകൽ നിന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവട്ടെ. നിന്റെ തലമുറയുടെ അനുഗ്രഹമായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കൊണ്ടുവരട്ടെ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടാതെ, പരിശുദ്ധാത്മാവിന്റെ മഹത്വം വെളിപ്പെടാതെ, അപ്പാ നീ ഉയർത്തിയത് കർത്താവിനെ നോക്കിയ ഇറങ്ങി തിരിച്ചെങ്കിൽ, നീ യേശുവിനെ നോക്കിയ ഓടുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് പകൽ നിനക്ക് നിന്റെ കുടുംബത്തിന് ഒരു മറുപടി കർത്താവിനാകുക. ദൈവത്തിന്റെ പകൽ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഒരു കുടുംബത്തിനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ